തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം ഇന്നാണ്. വളരെ കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവ് മാത്രമാണ് ഇത്തവണ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും കിട്ടിയത്. ഒരു തരത്തിൽ ആശ്വാസമാണ്. കാരണം കടുത്ത ചൂടിനെ മറികടന്നായിരുന്നു ഇത്രയും നാൾ സ്ഥാനാർത്ഥികൾ ഫീൽഡിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ന് അതിന് അവസാനമാവുകയാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നു. നാളെ നിശബ്ദ പ്രചരണം, അതായത് അവസാനവട്ട വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരിക്കും. സർവ്വശക്തിയും എടുത്ത് വീറോടെ പൊരുതുന്ന മുന്നണികൾ ആദ്യമായി ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ പോരാട്ടം കൂടി സംസ്ഥാനം കാണുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായി എന്നത് പ്രധാനമാണ്. 3 ആഴ്ച നീണ്ടുനിന്ന പ്രചരണ കോലാഹലത്തിനാണ് ഇന്ന് തിരിച്ചടി വീഴുക. വികസന കാര്യങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ നിന്നത് ഡീലുകൾ, ഒപ്പം SDPI ബന്ധം സംബന്ധിച്ചുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മറ്റുമായിരുന്നു. 10 വർഷത്തിന് ശേഷം ഭരണം പിടിക്കുമെന്ന് UDF-ഉം ഭരണ തുടർച്ച ഉറപ്പെന്ന് LDF-ഉം ഉറപ്പിക്കുകയാണ്. ഭരണം നിർണ്ണയിക്കുന്ന നിർണായക ശക്തികളായി, ഒരു കറുത്ത കുതിരകളായി മാറുമെന്ന് NDAയും അവകാശപ്പെടുന്നുണ്ട്. സജിത്ത്, ഡാൻ കുര്യൻ, ശ്രീജിത്ത്, അനുമോദ്, ശരണ്യ സ്നേഹജൻ, ബൈജു, അനീഷ് കുമാർ, വിനേഷ് തുടങ്ങി ഞങ്ങളുടെ പ്രതിനിധികൾ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ടി സൈത്ത് ആദ്യമുണ്ട്. സൈത്തുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് 2 ദിവസമായിട്ട് മലബാർ മേഖലയിലാണ്. കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ വലിയ പോരാട്ടം, വീറൊട്ട പോരാട്ടം നടക്കുന്ന മേഖലകൾ. അവിടെയൊക്കെ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വിമത ഭീഷണികൾ. അക്ഷരാർത്ഥത്തിൽ UDF-ന്റെ കുതിച്ചുകയറ്റം പല മേഖലകളിലും, പല മണ്ഡലങ്ങളും വിജയിക്കുമെന്ന് പോലും അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്. LDF-ന്റെ കുത്തക മണ്ഡലങ്ങൾ. അങ്ങനെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് ഒരുപക്ഷെ ഈ വടക്കൻ മേഖല, മലബാർ മേഖലയിലായിരിക്കാം അല്ലേ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഈ പരസ്യപ്രചരണത്തിന്റെ അവസാന ദിവസമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അത്തരം നീക്കങ്ങൾ എല്ലാവരും പ്രകടമായിട്ടുണ്ട്. കാരണം രാവിലെ പ്രഭാതത്തിന്റെ ഒരു സമയം പോലും മിസ് ചെയ്യാതെ എല്ലാവരും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡലങ്ങളിൽ രാവിലെ പ്രഭാത നടത്തവുമായി കളം നിറയുന്നവരുണ്ട്, പതിവ് ക്യാമ്പയിൻ പരിപാടികളുമായി കളം നിറയുന്നവരുണ്ട്. ഇങ്ങനെ സജീവമായ നീക്കങ്ങളും മായി സ്ഥാനാർത്ഥികൾ എല്ലാവരും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ മലബാർ ഇത്തവണ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിമത നീക്കങ്ങൾ പലത് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും തിരിച്ചടി ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPM-ന്റെ മുന്നോട്ട് പോക്ക്. അതേസമയം കോഴിക്കോട് പോലെയുള്ള ജില്ലകൾ അവരെ വലിയ അമ്പരപ്പിക്കുന്നുണ്ട്. കാരണം കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ വലിയ നഷ്ടമുണ്ടാകും. വലിയ ജില്ലയാണ്, കൂടുതൽ മണ്ഡലങ്ങളുള്ള ജില്ലയാണ്. അപ്പോൾ കണക്കെടുപ്പിൽ കോഴിക്കോട് നിന്നും വലിയ നഷ്ടമുണ്ടാകുമെന്നൊരു പ്രതീക്ഷ, ആശങ്ക CPM കേന്ദ്രങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുതന്നെയാണ് അവരുടെ നെഞ്ചിൽ പേറ്റുന്നത് കാര്യം. ഇതിനകം പുറത്തു വരുന്ന പല സർവേകളും പ്രവചിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രമാണ്. അങ്ങനെയെങ്കിൽ നേരിയ മാർജിനുള്ള വിജയങ്ങളും നീക്കങ്ങളുമെല്ലാം, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് മിനിറ്റുകളെ പോലും, പോളിംഗിലെത്തുന്നതിന് ലാസ്റ്റ് മിനിറ്റുള്ള ഘടകങ്ങൾ പോലും പോളിംഗിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാം. ആ ഏറ്റക്കുറച്ചിലുകൾ സംസ്ഥാന ഭരണം പിടിക്കുന്നതിൽ നിർണായകമായേക്കാം എന്നതാണ്. എന്തായാലും 3 നേതൃത്വങ്ങളും തങ്ങൾ അമ്പയെ അടിപറ്റില്ല എന്ന് ഇടതുമുന്നണി പറയുന്നു. അതേസമയം തിരിച്ചുവരും, വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചുവരുമെന്ന് UDF പറയുന്നു. ഇതിലേത് വിജയിക്കും, ഏത് ശരിയാകുമെന്ന വലിയ ചോദ്യമുണ്ട്. NDAയുടെ അവകാശവാദം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത്തവണ ഞങ്ങളൊരു കീ ഫാക്ടർ ആവും എന്നുള്ളതാണ്. എത്ര കണ്ട് കീ ഫാക്ടർ ആകാൻ അവർക്ക് കഴിയും? സ്വാധീനിക്കുന്ന, വിജയിക്കുന്ന സീറ്റുകൾക്കപ്പുറം വോട്ടിംഗ് ശതമാനം, ആരുടെയൊക്കെ ജയപരാജയങ്ങളെ നിശ്ചയിക്കും. ഇങ്ങനെ വലിയ ചോദ്യങ്ങളാണ് മുന്നിലുള്ളത്. ഇന്ന് പരസ്യപ്രചരണത്തിന്റെ സമാപനം. ഉച്ചയ്ക്ക് ശേഷം അതിന്റെ ഉച്ചസ്ഥായിയുള്ള വലിയ ആവേശ കാഴ്ചകളിലേക്ക് പോകും. സംസ്ഥാനത്ത് പല കേന്ദ്രങ്ങളിലായി നിന്നുകൊണ്ട് പ്രവർത്തകർ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ കൊട്ടിക്കലാശം നടത്തുന്ന ഒരു കാഴ്ചയായിരിക്കും ഇന്ന് ഉണ്ടാവാൻ പോകുന്നത്. അത്തരം നീക്കങ്ങളാണ് ഉണ്ടാവുന്നത്. എന്തായാലും രാവിലെ തന്നെ ഞാനിവിടെ നിൽക്കുന്നത് കണ്ണൂരിലെ പുതിയ തെരുവ് എന്ന സ്ഥലത്താണ്. ഇവിടെ KV സുമേഷ്, അഴീക്കോട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി, ഉടൻ തന്നെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ പ്രതികരണമടക്കം നമുക്ക് ഉടൻ തന്നെ ലഭ്യമാക്കാമെന്ന് കരുതുന്നു. എന്തായാലും സ്ഥാനാർത്ഥികൾ അതിരാവിലെ തന്നെ കളം നിറഞ്ഞു കഴിഞ്ഞു. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഇപ്പോൾ സജിത്തുള്ളത് പുതിയ തെരുവ് കണ്ണൂരിൽ. നമുക്കറിയാം തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ അവിടെ CPM-ന് വലിയ വിമത ശബ്ദം ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. CPM പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികൾ അവരുടെ കോട്ടകളിൽ സംഭവിക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അതൊക്കെ എതിർപക്ഷത്തെ വിജയത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. വലിയ ഭൂരിപക്ഷം ജയിച്ച പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും അതിന് മറുപടി പറയാൻ പാർട്ടിക്ക് ബാധ്യതയുണ്ട്. കാരണം പാർട്ടിയോട് ചേർന്ന് നിന്ന പലരുമാണ്, പാർട്ടിയുടെ കരുത്തായിരുന്ന പലരുമാണ് വിമതരായി മത്സരിക്കുന്നത്. TK ഗോവിന്ദനും അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ അവിടെ മത്സരിക്കുന്ന പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്കെതിരെ മത്സരിക്കുന്ന ഗോവിന്ദനൊക്കെ അവിടെ ഉയർത്തുന്ന വലിയ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യങ്ങളുണ്ട്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനാകട്ടെ എല്ലാ ദിവസവും FB പോസ്റ്റുകളുമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഫണ്ട് തട്ടിപ്പ് വിവാദം, പാർട്ടി കമ്മിറ്റി ഓഫീസുകളടക്കം അതിൽ തട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതൊക്കെ പാർട്ടി വൃത്തങ്ങളിൽ വലിയ സജീവ ചർച്ചയാണ്.